കറുപ്പ്. നടുപ്പിൻ നായകൻ സൂര്യയുടെ അടുത്തതായി റിലീസിനെത്താൻ പോകുന്ന സിനിമയാണ് RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന കറുപ്പ്. സൂര്യയുടെ കരിയറിൽ ഒരു കാര്യമില്ലാതെ ഇത്രയും പണി ഉണ്ടാക്കിയ ഒരു പടവും വേറെ കാണത്തില്ല. കഴിഞ്ഞ ദീപാവലിക്ക് വരേണ്ട പടമായിരുന്നു. കുറെ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുക. എല്ലാ മാസവും 2 വട്ടം ഈ പടത്തിൽ നിന്നൊരു അപ്ഡേറ്റ് വരുമെന്നും പറഞ്ഞ് ഒരു അപ്ഡേറ്റ് വരും, പക്ഷെ വരുത്തില്ല. ജനുവരിയിൽ അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ സെക്കൻഡ് സിംഗിൾ ഫെബ്രുവരിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്നല്ലാതെ ഒന്നും വരുത്തില്ല. കാരണം റിലീസൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു വിധത്തില് ഈ പടത്തിന്റെ റിലീസ് ശരിക്കും കൺഫേം ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കറുപ്പ് സിനിമയുടെ റിലീസ് കോളൊക്കെ GCCയിലും തിയേറ്റേഴ്സിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പോ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് മെയ് 15-ന് കറുപ്പ് റിലീസ് ആവും. ആവുമായിരിക്കും. ദൃശ്യം 3, ലാലടന്റെ ദൃശ്യം 3 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ റിലീസിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായി സൂചിപ്പിച്ച അതേ കാര്യം തന്നെ. GCCയിലെ കാര്യങ്ങൾ ഇപ്പോഴും അത്ര സ്മൂത്ത് അല്ല. ഇനി അങ്ങോട്ടും എന്തായി തീരുമെന്നും പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ദൃശ്യം 3 സിനിമയുടെ റിലീസ് ഏപ്രിൽ 2-ന് തന്നെ അത്ര പോസിബിൾ അല്ല. 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ റിലീസ് ഏപ്രിൽ 2-ൽ നിന്ന് മെയ് ആദ്യത്തേക്ക് മാറ്റിയേക്കും. എന്തായാലും ദൃശ്യം 3യുടെ ഏപ്രിൽ 2 റിലീസ് തീരുമാനമാവാൻ മാർച്ച് 20 കഴിയും. അതുകൊണ്ട് തന്നെ പടത്തിന്റെ ടീസറും ഇപ്പോ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. CBI 6, ഒരു CBI ഡയറിക്കുറിപ്പ്, ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയാൻ CBI, പിന്നെ CBI 5 ദ ബ്രെയിൻ. 38 കൊല്ലം മുമ്പ് ഒരു CBI ഡയറി ഗ്രൂപ്പിലൂടെ ആരംഭിച്ച ഒരു സിനിമാറ്റിക് ഫ്രാഞ്ചൈസ് ആണ് CBI. 38 വർഷം ഒന്ന് ആലോചിച്ച് നോക്കെ, എത്ര ജനറേഷൻ കഴിഞ്ഞു. അവസാനത്തെ 2 പാർട്ടുകൾ മാറ്റിവെച്ചാൽ ഈ CBI ഒരു സംഭവമാണ്. ആ ഒരു സംഭവം ആവർത്തിക്കാൻ സേതുരാമയ്യർ വീണ്ടും വരാൻ പോവുകയാണ്. CBIയുടെ 6ാം ഭാഗം അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങളോടെ ആയിരിക്കും CBI 6 വരാൻ പോകുന്നത്. പരമ്പരാഗത കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റി പുതിയ ഡയറക്ടർ, പുതിയ റൈറ്റർ, പുതിയ ടീമിലൂടെയാണ് CBI 6 വരാൻ പോകുന്നത്. രേഖാചിത്രം സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത ജോഫിൻ ടി ചാക്കോ ആണ് CBI 6 സംവിധാനം ചെയ്യാൻ പോകുന്നത്. അറിഞ്ഞിടത്തോളം ഇവര് സേതുരാമയ്യറെ വെച്ച് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പരിപാടിയാണ് പിടിക്കാൻ പോകുന്നത്. എന്തായാലും 5 പോയത് 6 പിടിക്കട്ടെ. ഓപ്പറേഷൻ ട്രയൽ, ഈ വർഷത്തെ ജയസൂര്യയുടെ അടുത്ത പടത്തിന്റെ ടൈറ്റിൽ ഇപ്പോ റിവീൽ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രയൽ എന്നാണ് ഈ പടത്തിന്റെ പേര്. ഇതൊരു കമർഷ്യൽ ആർമി പടമാണ്. മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള രതീഷ് വേഗ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന പടം കൂടിയാണ് ഓപ്പറേഷൻ ട്രയൽ. പടം ഈ വർഷം ഡിസംബറിൽ റിലീസിനെത്തും. CID മൂസ 2, 2003-ൽ റിലീസിനെത്തിയ ദിലീപ് സിനിമയായിരുന്നു CID മൂസ. CID മൂസ മലയാളി ഓഡിയൻസിന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം പടമാണ്. അങ്ങനെ പടം റിലീസായി ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോ CID മൂസയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ പടം അങ്ങോട്ട് നടക്കുന്നില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഓഡിയൻസിന് കണക്ട് ആവുന്ന തരത്തിൽ മൂസയെ വീണ്ടും കൊണ്ടുവരുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. പഴയ സ്ലാപ്സ്റ്റിക് കോമഡി ഒക്കെ ഇപ്പൊ എത്രത്തോളം വർക്ക് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. അഥവാ ഇതൊക്കെ വർക്ക് ആവണമെങ്കിൽ തന്നെ അന്നത്തെ പോലുള്ള ആക്ടേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല. CID മൂസയുടെ 2ാം ഭാഗം വരുമ്പോ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പഴയ ആളുകളില്ല. CID മൂസയെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടമാണ്. പക്ഷെ CID മൂസ 2 വരുവാണെങ്കിൽ സീക്വൽ ലീഡ് ചെയ്തുകൊണ്ട് പോകാൻ മൂസയും അർജുനും മാത്രം മതിയെന്നും ഒരിക്കൽ അവർ തന്നെ കൺഫേം ചെയ്തിരുന്നു. അപ്പോ ഇനി മൂസ 2 വരുമ്പോ ഇങ്ങനെ ഒരു പരിപാടി ആയിരിക്കും അവർ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും CID മൂസ 2 ഇപ്പോ ഒഫീഷ്യലായി ഒന്നുകൂടെ പരസ്യമായി അനൗൺസ് ചെയ്തു. ഇപ്പോ ഡയറക്ടർ ജോണി ആന്റണി CID മൂസ 2-ന്റെ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. CID മൂസ 2 2027 സംഭവിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. അത് കൺഫേം ചെയ്തു. ആ അപ്ഡേറ്റ് തന്നെ ദിലീപും കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരിക്കും മൂസ 2 വരുന്നു. ജനനായകൻ, ദളപതി വിജയ് നായകനാക്കി വിനോദ് ഡയറക്ട് ചെയ്യുന്ന പടമാണ് ജനനായകൻ. ജനനായകൻ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് ഉണ്ട്. പടം റിലീസാവുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. നാളെ ജനനായകൻ വീണ്ടും റീസെൻസറിങ് ചെയ്യാൻ പോകുവാണ്. ഇതിലെങ്കിലും പടം ഓക്കെ ആവുകയാണെങ്കിൽ മെയ്യിൽ പടം റിലീസിനെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പടം വെട്ടി കൊളാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യൻ നായകനാക്കി വെങ്കി അത്തലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. കുറെ നാൾക്ക് ശേഷമുള്ള സൂര്യയുടെ ഒരു ഫീൽ ഗുഡ് ഫാമിലി പടം. കുറെ നാളുകൾക്ക് ശേഷം ഒന്നും പറയാനും പറ്റത്തില്ല. പുള്ളി ഇതിനു മുമ്പ് ഈ ജനറൽ അങ്ങനെ പടം ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തായാലും വിശ്വനാഥ് ആൻഡ് സൺസിന്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോ പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവം നൈസ്, കിടിലം, ഒരു റിച്ച് ക്ലാസി പടമാണ്. എന്നാലും ചെറിയ ചെറിയ കമർഷ്യൽ പരിപാടികളുണ്ട്. ഈ ടീസറിൽ നിന്ന് തന്നെ പടത്തിന്റെ ഒരു പരിപാടി മനസ്സിലാവും. എന്തായാലും ഈ ടീസർ കിടുവായിരുന്നു. ബാക്കി എന്തായാലും പടം വരുമ്പോ അറിയാം. ജൂലൈയിലാണ് പടത്തിന്റെ റിലീസ്. ഒന്നെങ്കിൽ ഒരു വൈകുണ്ഠപുരം, അല്ലെങ്കിൽ മറ്റൊരു വാരിസ്. എന്തായാലും വാരിസ് ആവാതിരിക്കട്ടെ. പിന്നെ ടീസർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു സ്പോയിലർ എക്സ്പ്ലെയിൻ ചെയ്യാം. വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം.